ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2007 ഒരു കൊറിയൻ മിസ്റ്ററി ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ അവർ ടൗൺ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു മൂവിയിൽ ഒരു സൈക്കോ തന്നെ ഉണ്ടാകുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് നമുക്കറിയാം. ട്വിസ്റ്റും ത്രില്ലിങ്ങും കൊണ്ട് നമ്മൾ വട്ടം കറക്കും. അതേസമയം തന്നെ ഒരു മൂവിയിൽ 2 സൈക്കോ ഉണ്ടെങ്കിലോ അങ്ങനെയുള്ള ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരേ പാറ്റേണിൽ കൊല ചെയ്യുന്ന ഒരു സൈക്കോ അവനെ ഫോളോ ചെയ്ത് മറ്റൊരു സൈക്കോയും അതേപോലെ തന്നെ കൊല ചെയ്യാൻ തുടങ്ങുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സ്റ്റോറി പറയുന്ന ഒരു മൂവിയാണിത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു സ്കൂൾ ഗ്രൗണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അതേസമയം തന്നെ അതിനകത്തേക്ക് സെക്യൂരിറ്റി അങ്ങനെ വന്നിട്ട് അവിടെ എല്ലാം പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഒരു കാര്യം കാണുന്നത്. ആ ഒരു ഗ്രൗണ്ടിന്റെ ഒരു വശത്തായിട്ട് ഒരു സ്ത്രീയുടെ ശരീരം മുഴുവൻ കീറി മുറിച്ച് രക്തമെല്ലാം ആയിട്ട് അവിടെ ഈ ഒരു കുരിശിൽ തറച്ചേക്കല്ലോ, ആ ഒരു രീതിയിൽ കൈയെല്ലാം വെച്ച് കെട്ടി അവിടെ കൊന്നു വെച്ചേക്കുന്നതാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു പെണ്ണാരാണ്, ഇവളെ ആരാണ് കൊന്നതെന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല. അതുമല്ല, ഈ ഒരു പെണ്ണിനെ ഏത് രീതിയിലാണോ കൊന്നിരിക്കുന്നത് അതേപോലെ സെയിം രീതിയിൽ ഇതിന് മുന്നേയും ഒരു 3 പെണ്ണുങ്ങളെ കൊന്നിട്ടുണ്ട്. ഒരു ചെറിയ പെൺകുട്ടി, അവളെ 3 മാസങ്ങൾക്ക് മുന്നെയാണ് കൊന്നത്. രണ്ടാമത് ഒരു 40-50 വയസ്സുള്ള ഒരു സ്ത്രീ, അവരെ ഒരു 2 മാസത്തിന് മുന്നെയാണ് കൊന്നത്. മൂന്നാമതാണെങ്കിൽ ഒരു ടീനേജ് പെൺകുട്ടി, അവളെയാണെങ്കിൽ കഴിഞ്ഞ മാസമാണ് കൊന്നിട്ടുള്ളത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു കൊലപാതകവും നടന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതുവരെ നടന്ന എല്ലാ കൊലകളും സെയിം പാറ്റേണിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഈ 4 കൊലകളും ചെയ്തത് ഒരാൾ തന്നെ ആയിരിക്കുമല്ലോ. അവനൊരു സീരിയൽ കില്ലറാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയാണ്. ഹീറോ എന്തായാലും നമുക്ക് ലീ എന്ന് വിളിക്കാം. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു ക്രൈം നോവലിസ്റ്റ് ആവാനായിട്ടാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമല്ല, അവന്റെ ജീവിതം നല്ല രീതിയിലല്ല പോകുന്നത്. കാരണം ഈ ക്രൈം നോവൽ എഴുതി കഴിഞ്ഞാലല്ലേ പൈസ കിട്ടത്തുള്ളൂ. ഇതുവരെ ലീ എഴുതിയിട്ടുള്ള ഒരു നോവൽ പോലും പബ്ലിഷ് ആയിട്ടില്ല. അതുമല്ലാതെ അവൻ താമസിക്കുന്ന ആ ഒരു വീടിന്റെ വാടക പോലും കൊടുക്കാനായിട്ടുള്ള പൈസ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഓണറായിട്ടുള്ള ലേഡി അവനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിങ്ങനെ വഴക്ക് കുറയെല്ലാം ചെയ്യുന്നുണ്ട്. ഇത്തവണ വിളിച്ച അവരാണെങ്കിലും പറയുന്നുണ്ട്, അനിയാ നീ 2-3 മാസമായിട്ട് വാടക തന്നിട്ടില്ല, ഇനി തന്നില്ല എന്നുണ്ടെങ്കിൽ വീട് ഞാൻ പൂട്ടിയിടും എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് നേരെ കമ്പ്യൂട്ടറിന്റെ മുന്നിലേക്ക് ചെന്നിരുന്ന് ഇത്തവണ എന്തായാലും ഒരു നല്ല ക്രൈം സ്റ്റോറി തന്നെ എഴുതണം എന്നും പറഞ്ഞിട്ട് അവന്റെ ഇമാജിനേഷനിൽ ആരോരുത്തരും ഒരു ലേഡിയെ കൊല്ലുന്നത് പോലെ, അതും വളരെ ക്രൂരമായിട്ട് തന്നെ കൊല്ലുന്ന രീതിയിൽ അവൻ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയിട്ട് ഒരു സ്റ്റോറി എഴുതാനായിട്ട് ഇങ്ങനെ തയ്യാറാവുകയാണ്. അങ്ങനെ ഈ ഒരു നോവൽ എഴുതി തീർന്നിട്ട് അടുത്ത ദിവസം തന്നെ ഒരു ഓഫീസിലേക്ക് പോയിട്ട് അവിടെയുള്ള ഹെഡിന്റെ കയ്യിൽ ഈ ഒരു നോവൽ കൊടുത്തിട്ടാണ് അയാളോട് ഇത് വായിക്കാനായിട്ട് പറയുന്നതും. അയാൾ ഇത് വായിച്ചിട്ടാണ്, എന്താടാ നീ എഴുതി വെച്ചേക്കുന്നത്? ഇത് വായിക്കുമ്പോൾ തന്നെ ഫേക്ക് ആണെന്നറിയാം. നീ ആരെങ്കിലും യഥാർത്ഥമായിട്ട് കൊന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് അതേ ഒരു ഫീൽ വരത്തുള്ളൂ. പക്ഷെ ഇത് വായിച്ചിട്ട് എനിക്കിതിൽ ഒറിജിനാലിറ്റി പോലെ ഒന്നും തോന്നുന്നില്ല, എല്ലാം ഫേക്ക് പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യഥാർത്ഥമായിട്ട് എവിടെയെങ്കിലും നടന്ന ഒരു സംഭവത്തെ പറ്റി ഇത് സ്റ്റോറി എഴുതിയിട്ട് വാ. അതിനുശേഷം നമുക്കിത് പബ്ലിഷ് ചെയ്യണോ വേണ്ടെന്ന് ആലോചിക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഈ ഒരു ക്രൈം സ്റ്റോറീസ് ശരിയായില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ആളുകൾ കാണത്തുമില്ല, അവന് പൈസയും കിട്ടത്തില്ല. നമ്മുടെ സെയിം അവസ്ഥ തന്നെയാണ്. ഞാനിപ്പോൾ ഈ ഒരു ചാനലിൽ ക്രൈം സ്റ്റോറീസ് ഇടുന്നത് നിർത്തലായി കഴിഞ്ഞാൽ എന്തായാലും വ്യൂ ഉണ്ടാകത്തില്ല എന്ന് എനിക്കറിയാം. പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രൈം സ്റ്റോറീസ് കണ്ടുപിടിച്ച് ചെയ്തേ പറ്റൂ. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ മൂവീസ് കണ്ടുപിടിച്ച് ചെയ്യല്ലേ. അപ്പോൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി അടിച്ചേക്കണേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ പോയി കാണുന്നത് തന്റെ സുഹൃത്തായിട്ടുള്ള ഒരു പോലീസുകാരനാണ്. ആ ഒരു പോലീസുകാരന്റെ പേര് ഡീൻ എന്ന് പറയാം. അതുമല്ല, ഇവർ രണ്ടുപേരും കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളാണ്. അതുമല്ലാതെ രണ്ടുപേരും ഓർഫനേജിലാണ് വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളും കൂടിയാണ്. അതുമല്ല, ഇപ്പോൾ ഒരു 4 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. ആ ഒരു കേസ് അന്വേഷിക്കുന്നത് നമ്മുടെ ഡീനാണ്. അങ്ങനെ കുറെ നേരം അവർ ആ ഒരു കാര്യങ്ങളെ പറ്റിയെല്ലാം സംസാരിച്ചതിന് ശേഷം നമ്മുടെ ഹീറോ നേരെ 4മതായിട്ട് ഒരു പെണ്ണിനെ കൊന്നിട്ട് ആ ഒരു ഗ്രൗണ്ടിൽ വെച്ചിരുന്നല്ലോ, അവിടേക്ക് ഇങ്ങനെ ചെന്നിട്ട് കുറെ നേരം അവിടെ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ടാണ്, ശരി ഇപ്പോഴല്ലേ ഒരുത്തം പറഞ്ഞത് റിയൽ ആയിട്ട് നടക്കുന്ന കാര്യം സ്റ്റോറി ആയിട്ട് എഴുതിക്കൊണ്ടുവരാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്രൈമിനെ പറ്റിയിട്ട് ഒരു സ്റ്റോറി എഴുതി കഴിഞ്ഞാൽ എന്താ എന്നാലോചിച്ച് നമ്മുടെ ഹീറോ അടുത്തുള്ള ഈ സംഭവം നടന്ന അടുത്തുള്ള കടകളിലും മറ്റു ഷോപ്പുകളിലൊക്കെ പോയിട്ട് അല്ല ഈ ഒരു കൊലപാതകം എങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഓരോരുത്തരോടും ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ഒരു കട നടത്തുന്ന ലേഡിയാണെങ്കിലും അവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയോട് പറയുന്നതും അവന്റെ അടുത്തേക്ക് ഒരു ചെറിയ പയ്യൻ ഇങ്ങനെ വരികയാണ്. അവൻ ആ ഒരു ഷോപ്പിൽ വന്നിട്ട് സാധനം വാങ്ങി ആഹാരം എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവനോട് നമ്മുടെ ഹീറോ ഇതെങ്ങനെയായിരിക്കും നടന്നത് എന്ന് നീ ഒന്ന് പറഞ്ഞേ, ഈ ഒരു കൊലപാതകത്തെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിയോ, എങ്ങനെയായിരിക്കും ഇത് നടന്നത് എന്നെല്ലാം അവനോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് ഒരൊറ്റ കാര്യം. എന്താണെന്ന് വെച്ചാൽ നേരത്തെ തന്നെ ആ ഒരു ഓണർ ലേഡി ഹീറോയെ വിളിച്ച് വഴക്ക് പറഞ്ഞിരുന്നു, ഇനിയും പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ വീട് പൂട്ടിയിട്ട് പോകുന്നു. അതുപോലെ തന്നെ അവർ ചെയ്തു വെച്ചിട്ട് പോയി. വെളിയിൽ നിന്ന് ഇപ്പോൾ റൂം ലോക്ക് ആക്കിയിട്ടാണ് അവർ പോയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ പെട്ടെന്ന് അവരെ വിളിച്ചിട്ട് ഇതേപോലെ കാര്യം പറയും. അയ്യോ നിങ്ങളിപ്പോൾ എന്താ ചെയ്തത്, എൻ്റെ നോവലും മറ്റു കാര്യങ്ങളെല്ലാം അകത്തല്ലേ ഇരിക്കുന്നത്, അതെടുത്താലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ, നിങ്ങളുടെ പണം വേണമെന്നുണ്ടെങ്കിലും അതെടുത്ത് എഴുതി വിറ്റ് കഴിഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും പണം കിട്ടൂ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവർ പറയും, നീ ഇപ്പോൾ ഏത് ടൈമിലാണ് കോൾ ചെയ്യുന്നതെന്നറിയോ, ഞാനിപ്പോൾ ചർച്ചിലാണുള്ളത്, നിന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, റൂം ഞാൻ തുറന്നുതരാം എന്നും പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്തങ്ങ് പോവുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ആയാലും വിഷമിച്ചിട്ട് ഒരിടത്തേക്ക് പോയിരുന്ന് ഒരു ബിയറും കുടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആൾറെഡി തന്റെ വീട് നഷ്ടപ്പെട്ടിട്ട് വെളിയിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം കുറെ കുരുതം കെട്ടവന്മാര് ബൈക്കിൽ നല്ല സ്പീഡിന് വന്ന്
ഹീറോയുടെ മുന്നിൽ കിടന്ന് ഷോ കാണിച്ചിട്ട് അവന്റെ മുഖത്തേക്ക് ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടല്ലോ അത് വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കും. ഈ മരമാക്രികളെയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറോ അങ്ങനെ ദേഷ്യം കാരണം എഴുന്നേറ്റ് ആ മരം തന്നെ നോക്കി ഇങ്ങനെ നിൽക്കാണ്. ആ ഒരു സമയത്താണ് ഹീറോയുടെ എതിർവശത്ത് ഒരു കാർ വന്നിങ്ങനെ നിൽക്കുന്നത്. ആ കാറിനകത്താണെങ്കിൽ 2 കപ്പിൾസ് ഉണ്ട്. അതിനകത്ത് നിന്ന് ഒരു പയ്യൻ പെട്ടെന്ന് ഞാൻ ഇപ്പൊ വരാൻ മൂത്രം ഒഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നതും ആ ഒരു പെണ്ണാണെങ്കിൽ കാറിൽ തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിലും പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അവൻ എന്ത് തോന്നിയെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ എഴുന്നേറ്റ് പോയി മൂത്രം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്ന അവന്റെ പുറകിലേക്ക് ചെന്ന് അവന്റെ കയ്യിലുള്ള ആ ഒരു ബിയർ ബോട്ടിൽ ഉണ്ടല്ലോ അത് വെച്ചിട്ട് അവന്റെ തലയിൽ ഒരു ഒറ്റയടി. ഷെടാ ഇവനിപ്പോ എങ്ങനെ ഭ്രാന്ത് പിടിച്ച് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുമല്ല പൊട്ടി ആ ഒരു ബിയർ കുപ്പി വെച്ചിട്ട് അവനെ കുത്തി കുത്തി അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അതുമല്ല അത് ചെയ്തതിനു ശേഷം അവൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ട ആ ഒരു പെണ്ണുണ്ടല്ലോ അവൾ കാറിൽ നിന്ന് ഇറങ്ങാനായിട്ട് വരുമ്പോഴത്തേക്കും അവളുടെ തലമുടി പിടിച്ചിട്ട് അവളെയും വലിച്ച് കാറിനകത്തേക്ക് ഇട്ട് ആ മരിച്ചുണ്ടല്ലോ അവനെ എടുത്ത് കാറിലേക്ക് ഇട്ട് ഇവരെ രണ്ടുപേരും മറ്റൊരു വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. ഹീറോ എന്ന് വിളിച്ച് നാവുകൊണ്ട് നമുക്ക് വില്ലൻ എന്ന് വിളിക്കേണ്ടി വരുമോ അറിയത്തില്ല. അങ്ങനെ ഹീറോ അവളെ ഒരു റൂമിൽ എടുത്തിട്ടാണ് അവളോട് പറയുന്നത് അവനെ കൊന്നതുപോലെ നിന്നെ കൊല്ലുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല മോളെ. എന്തായാലും ഞാൻ അത്ര വൃത്തിയിട്ടൊന്നല്ല. ശരി എനിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയേ. ആ പാട്ട് കേട്ടിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് നിന്നെ ഞാൻ ജീവനോടെ വെറുതെ വിടാം എന്ന് നമ്മുടെ ഹീറോ ഇങ്ങനെ പറയുന്നതും ആഹാ അവളാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇതെങ്ങനെ നടക്കുമെന്നാണ്. അങ്ങനെ അവളാണെങ്കിലും പേടിച്ചിട്ട് പാട്ട് പാടാൻ തുടങ്ങുന്നതും ആ ഒരു പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങ് പറയുമ്പോഴത്തേക്ക് അവള് വേറൊരു പാട്ട് പാടിയാനേ. പക്ഷേ ഹീറോ അങ്ങനെ പുറകിലൂടെ ചെന്നിട്ട് ഇതെന്ത് പാട്ടാടി നീ പാടുന്നതെന്നും പറഞ്ഞ് അവളുടെ കഴുത്തങ്ങ് അറുത്ത് കളയുന്നു. ഷടാ ഇവനെയാണല്ലോ നമ്മൾ ഇത്ര നേരം ഹീറോ ഹീറോ എന്ന് പറഞ്ഞത് എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ നമ്മളെ പറ്റിച്ചുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം നമ്മൾ കണ്ടതെല്ലാം ഹീറോ അവിടെ ഇരുന്ന് ആലോചിച്ച് കൂട്ടിയ കാര്യങ്ങളാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ നേരെ ആ ഒരു ഹൗസ് ഓണറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പ്ലീസ് മേഡം നിങ്ങൾ ആ ഒരു വീട് തുറന്നു തന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് 2 പേപ്പർ മാത്രം എടുത്താൽ മതി, അത് മാത്രം മതി കുറച്ച് നേരത്തേക്ക് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുമ്പോഴത്തേക്കും ഹൗസ് ഓണർ ആണെങ്കിലും ഓക്കെ ശരി വാ തുറന്നു തരാമെന്ന് പറഞ്ഞിട്ട് വീട് വന്നിങ്ങനെ തുറന്നു കൊടുക്കും. അങ്ങനെ ഹീറോ ആണെങ്കിലും നേരെ അകത്തേക്ക് ചെന്നിട്ട് അവന് ആവശ്യമുള്ള ആ ഒരു പേപ്പർ മാത്രം അവൻ അങ്ങനെ എടുത്തിട്ട് വെളിയിലേക്ക് വരാൻ നേരത്താണ് അവന്റെ ഫാമിലി ഫോട്ടോ വീടിനകത്ത് പൊട്ടിക്കിടക്കുന്ന അവനിങ്ങനെ കാണുന്നത്. ആ ഫോട്ടോയിൽ ഹീറോയുടെ അച്ഛനും അമ്മയും പിന്നെ അവനുമാണുള്ളത്. ഈ ഒരു ഫോട്ടോ ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നത് കാണുന്നതും ഹീറോ പെട്ടെന്ന് ആ ഹൗസ് ഓണർ ലേഡി ഉണ്ടല്ലോ അവരോട് നല്ല ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങും. ഞാൻ വാടക തന്നില്ല, നിങ്ങൾ വീട് പൂട്ടി, അത് ശരി തന്നെയാണ്, പക്ഷെ ആരോട് ചോദിച്ചിട്ടാണ് ഈ ഒരു കാര്യമെല്ലാം ചെയ്തത് എന്നുള്ള രീതിയിൽ ഹീറോ അവരോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോഴത്തേക്കാണ് അവർ പെട്ടെന്നൊരു കാര്യം പറയുന്നത് എടാ അനാഥ ചെറുക നിനക്ക് പണമില്ലാന്നുണ്ടെങ്കിലും എത്ര അഹങ്കാരമാണ് എന്നെ പോലുള്ളവരോട് സംസാരിക്കാന്, ഇനി ഒരു കുടുംബം കൂടി ഇല്ലാത്തതിന്റെ കുറവും കൂടിയല്ലോ എന്ന് പറഞ്ഞിട്ട് താഴെ കിടക്കുന്ന ആ ഒരു ഫോട്ടോയിൽ അവർ കാല് വെച്ചൊരു ഒറ്റ ചവിട്ട്. ഇതും കൂടി ആകുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് പിന്നെ സഹിക്കാൻ കഴിയത്തില്ല. ഹീറോ പെട്ടെന്ന് അവിടെ കിടക്കുന്ന ഒരു ഷൂലേസ് അങ്ങനെ എടുത്തിട്ട് ഹൗസ് ഓണറിന്റെ കഴുത്തിലേക്ക് ഇട്ട് അവരെ വലിച്ചു മുറുക്കി അതിനകത്ത് വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ അവര് മരിച്ചതും ഹീറോ ആലോചിക്കാണ് ഇനിയിപ്പോ എന്തായാലും ഇവരുടെ ശരീരം മാറ്റിയേ പറ്റൂ, പോലീസ് വന്നു കഴിഞ്ഞാൽ ഹീറോ എന്തായാലും പിടിക്കപ്പെടും. അതുമല്ല നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു നോവലിസ്റ്റും കൂടിയല്ലേ, ഒരു ക്രൈം നോവലിസ്റ്റും കൂടിയാണ്. അതുകൊണ്ട് ഒരു കേസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നെല്ലാം നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം. എന്നിട്ട് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കത്തി കൊണ്ട് അവരുടെ ശരീരം നല്ല രീതിയിൽ മുറിച്ചിട്ട് ആ രക്തമെല്ലാം ബാത്റൂമിലുണ്ടായിരുന്നു അതെല്ലാം ഇങ്ങനെ കഴുകിക്കളഞ്ഞ് അതിനുശേഷം ഹൗസ് ഓണറിന്റെ ശരീരം എടുത്തിട്ട് ഒരു പബ്ലിക് പാർക്കിലേക്ക് ഇങ്ങനെ ചെല്ലും. എന്നിട്ട് ഇതിനു മുന്നേ ഒരു സീരിയൽ കില്ലർ ഒരു പ്രത്യേക പാറ്റേണിൽ അവരെ കൊന്നു വെച്ചേക്കല്ലോ, അതേപോലെ തന്നെ നമ്മുടെ ഹീറോയും ആ ഒരു ഓണറിന്റെ ശരീരം ആ ഒരു പാർക്കിൽ വെച്ചിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ബാക്കിയുള്ളവരായാലും വന്ന് കാണുമ്പോഴത്തേക്കും ഇതിന് മുന്നേ ആ ഒരു സീരിയൽ കില്ലർ ഒരുപാട് പേര് കൊന്നല്ലോ, ആ ഒരു സീരിയൽ കില്ലറാണ് ഈ ഒരു കാര്യം ചെയ്തതെന്ന് മറ്റുള്ളവർ വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ പോലീസ് വന്നിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. അതുകൊണ്ട് കുറച്ച് ദൂരെയായിട്ട് മാറി നിന്ന് ഇതെല്ലാം കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ ഇതിനു മുന്നേ കടയിലേക്ക് പോകുന്ന സമയത്ത് ഒരു ചെറിയ പയ്യനെ കണ്ടിരുന്നല്ലോ, അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഈ പൊട്ടിപ്പോയ ഫ്രെയിം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവന്റെ അടുത്തേക്ക് ചെന്നിട്ടുള്ളത്. അതുമല്ല അവനാണെങ്കിൽ ഒരു സ്റ്റേഷനറി കടയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ അവനാണെങ്കിൽ ഫ്രെയിം അല്ലേ ബാ അകത്തേക്ക് വന്ന് പറഞ്ഞിട്ട് ഹീറോയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നതും ആ ഒരു ചെറിയ പയ്യനാണെങ്കിൽ വളർത്തുന്ന ഒരു നായുണ്ട്, അതാണെങ്കിൽ ഈ ഒരു ഷോപ്പ് മുഴുവൻ കറങ്ങി നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവൻ പെട്ടെന്ന് TV ഓൺ ചെയ്യുന്നത്. അപ്പോഴേക്കും ന്യൂസിൽ ഇതേപോലെ രാവിലെ ഒരു സ്ത്രീയുടെ ശരീരം ഇതേപോലെ പാർക്കിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. അതുമല്ല ഇതിനു മുന്നേ ഒരു സീരിയൽ കില്ലർ 4 പേരെ കൊന്നല്ലോ, ആ ഒരു കില്ലർ തന്നെയാണ് ഈ ഒരു കൊലപാതകവും നടത്തിയിട്ടുള്ളത് എന്ന് ആ ഒരു TV ന്യൂസിലൂടെ പറയുമ്പോഴത്തേക്കും ഈ ഒരു ചെറിയ പയ്യനാണെങ്കിലും അതൊരു പ്രത്യേക രീതിയിൽ അങ്ങനെ നോക്കി നിൽക്കാണ്. അതുമല്ല അവനാണെങ്കിൽ ഫ്രെയിം എടുത്ത് തരാമെന്ന് പറഞ്ഞ് മറ്റൊരു വശത്തേക്ക് പോയിട്ട് അവന്റെ ഫോൺ എടുത്ത് നമ്മുടെ ഹീറോയുടെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കാണ്, നീയല്ലേ ഈ ഒരു കൊല ചെയ്തത് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് അതുമല്ല B612 എന്നിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു മെസ്സേജ് നമ്മുടെ ഹീറോ കാണുന്നതും പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോകും. ഇന്നലെ രാത്രി ആരും അറിയാതെ ചെയ്ത കാര്യം ഇതെങ്ങനെ മറ്റൊരാൾ അറിഞ്ഞു എന്ന് നമ്മുടെ ഹീറോയ്ക്ക് അത്രയും പേടി. അങ്ങനെ ഹീറോ ആണെങ്കിലും പേടിച്ചിട്ട് ചുറ്റിനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവനാണെങ്കിലും ഒന്നും അറിയാത്തതുപോലെ അടുത്തേക്ക് വന്നിട്ട് സാർ നിങ്ങൾ ചോദിച്ചത് ഫ്രെയിം ഇതാ എന്നും പറഞ്ഞ് ഹീറോയ്ക്ക് ആ ഒരു ഫ്രെയിമും കൊടുത്ത് അവനെ പറഞ്ഞു വിട്ടിട്ട് അവൻ നേരെ അവന്റെ വീട്ടിലേക്ക് ചെന്ന് ഇവൻ വളർത്തുന്ന നായ ഉണ്ടല്ലോ അവന് വെച്ചിരുന്ന ആഹാരം അവന്റെ നായ ഇങ്ങനെ കഴിക്കാണ്. അപ്പൊ ഇത് കാണുന്നത് ഇത് വലിയ കുഴപ്പമൊന്നുമില്ലായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ കുഴപ്പമുണ്ട്, ഇത് അവന് കുഴപ്പമുണ്ട്. അവൻ നേരെ ആ ഒരു നായയുടെ മുന്നിലേക്ക് ചെന്നിട്ട് ഓ അപ്പൊ നിനക്ക് എത്ര അഹങ്കാരം ഉണ്ടായിട്ടായിരിക്കണം
എന്റെ ആഹാരം എടുത്ത് കഴിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നായ്ക്കുമല്ലോ അറിയോ, അതാണെങ്കിൽ ആഹാരം എല്ലാം കഴിച്ചു തീർന്നിട്ട് അവൻ ഇങ്ങനെ നോക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അതൊന്നും ശ്രദ്ധിക്കാതെ നീ അതെല്ലാം കഴിച്ചു തീർത്തു എന്നും പറഞ്ഞ് അവൻ നായനെ നോക്കുന്നതും നായ അവനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നു. അതേസമയം വീട്ടിലേക്ക് പോയ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ അങ്ങനെ ഒരു ലൈറ്റർ കത്തിച്ചിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ജനിക്കുന്ന സമയത്ത് തന്നെ അവന്റെ അച്ഛനും അമ്മയും ഇല്ലാതില്ല. അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അവന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയത്. അത് വീട്ടിൽ ഒരു തീപിടുത്തം നടന്നിട്ട് അതിനകത്ത് വെച്ചിട്ടാണ് അവർ രണ്ടുപേരും മരിച്ചത്. അങ്ങനെ ഈ ഒരു കാര്യം ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോ അങ്ങനെ കിടക്കുന്നതും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡീൻ ഉണ്ടല്ലോ, അവൻ നേരെ അവിടേക്ക് വരുന്നു. എന്നിട്ട് ഹീറോയോട് പറയും, ആകെ ടെൻഷനും സ്റ്റേഷനിൽ നിന്നുള്ള പ്രഷറും ഇപ്പൊ നടന്ന ആ ഒരു കൊലപാതകമില്ലേ, ആ സൈക്കോയെ അന്വേഷിച്ച് അവസാനം കണ്ടുപിടിക്കാനും കഴിയുന്നില്ല, ആകെ ടെൻഷനായിപ്പോയി, അതുകൊണ്ട് നിന്നോട് തിരി സംസാരിക്കാന്ന് പറഞ്ഞിട്ടാ വന്നത് എന്നും പറഞ്ഞ് അവനെ വിളിച്ചിട്ട് നേരെ ഒരു ബാറിലേക്ക് പോയിരുന്നിട്ട് ഡീൻ പറയും, അവനെ എങ്ങനെ പിടിക്കണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ഹീറോ ഇപ്പോൾ ഒരു ചെറിയ കഥ ഇങ്ങനെ പറയുന്നത്. ആ ഒരു കഥയിൽ 2 സഹോദരിമാരുണ്ട്. അതുമല്ല ഇവരുടെ അച്ഛൻ മരിച്ച ആ ഒരു ഫ്യൂണറൽ നടക്കുമ്പോഴത്തേക്കും അവിടേക്ക് കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുത്തൻ അങ്ങനെ നടന്നു വരികയാണ്. അവനെ കാണുമ്പോഴത്തേക്കും അതിൽ ചേച്ചിക്ക് പെട്ടെന്ന് അവനെ ഇഷ്ടപ്പെടുന്നു. പക്ഷെ അവൻ ആരാണോ എന്താണെന്നൊന്നും ഇപ്പോഴവർക്ക് അറിയത്തില്ല. അങ്ങനെ ഫ്യൂണറലിൽ കഴിയുന്നതും ആ ഒരുത്തനാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചും പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 2 സഹോദരിമാരും വീട്ടിലേക്ക് വന്ന് ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ആ ചേച്ചിക്കാണെങ്കിൽ ഉറക്കം വരാതെ പെട്ടെന്ന് അവർ എഴുന്നേറ്റ് പോയിട്ട് ഒരു കത്തിയും കൊണ്ടുവന്ന് ആ ഒരു സഹോദരി അവിടെ വെച്ച് തന്നെ കുത്തി കുത്തി കൊല്ലുകയാണ്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു ചേച്ചി കണ്ണു തുറക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം ആ ഒരു ചേച്ചി കണ്ട കാര്യങ്ങളെല്ലാം സ്വപ്നമായിരുന്നു. തന്റെ സഹോദരിയെ കൊല്ലുന്നതായിട്ട് അവൾ സ്വപ്നം കണ്ടതാണ്. അങ്ങനെ ഈ ഒരു സ്റ്റോറി പറഞ്ഞു തീർന്നതിന് ശേഷം നമ്മുടെ ഹീറോ ചോദിക്കും, ഇപ്പൊ നീ ഒരു സ്റ്റോറി കേട്ടില്ലേ, എന്തുകൊണ്ടായിരിക്കും ആ ഒരു ചേച്ചി അതേപോലെ ഒരു സ്വപ്നം കണ്ടത്, നീ ഒന്ന് പറയാൻ ശ്രമിച്ചേ എന്നിങ്ങനെ പറയുമ്പോൾ ശരി പറയാം. ആ ഒരു ഫ്യൂണറലിനെ ഒരുത്തം വന്നല്ലോ, അവനെയാണെങ്കിൽ ആ ഒരു ചേച്ചിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതുമല്ല ഒരുപക്ഷെ തന്റെ സഹോദരിക്കും അയാളെ ഇഷ്ടപ്പെട്ടിട്ട് അവനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതുകൊണ്ടായിരിക്കും തന്റെ സഹോദരിയെ കൊല്ലുന്നതായിട്ട് ആ ഒരു ചേച്ചി സ്വപ്നം കണ്ടത് എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ പറയുന്നത്, ഒരിക്കലും അങ്ങനെയല്ല. നമ്മളെപ്പോലെയുള്ളവർ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. പക്ഷേ സൈക്കോ മൈൻഡ് ഉള്ളവർ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നറിയോ, ആ ഒരു കാണാൻ കൊള്ളാവുന്ന ആ ഒരു പയ്യൻ വന്നത് ഒരു ഫ്യൂണറൽ നടക്കുമ്പോഴത്തേക്കാണ്. അത് അവരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം. അതിനുശേഷം അവനെ വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ അതേപോലെ ഒരു മരണം വീട്ടിൽ സംഭവിക്കണം. അതിന് വേണ്ടിയിട്ടാണ് തന്റെ സഹോദരിയെ കൊല്ലുന്നത് പോലെ ആ ഒരു ചേച്ചി സ്വപ്നം കണ്ടത്. എന്നിട്ടാണ് നമ്മുടെ ഹീറോ പറയുന്നത്, നീ ഒരു പോലീസുകാരനെ പോലെ ചിന്തിക്കാതെ ഒരു കില്ലറിനെ പോലെ ചിന്തിച്ചു നോക്ക്. അങ്ങനെയാണെങ്കിൽ അവൻ അടുത്തായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തായിരിക്കും ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിനക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ കഴിയും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട്, ഞാനിപ്പോൾ ഒരു നോവൽ എഴുതുന്നതായിട്ട് നിനക്ക് അറിയത്തില്ലേ, അതിൽ റിയൽ ആയിട്ടുള്ളൊരു സ്റ്റോറി വേണം. അതുകൊണ്ട് തന്നെ ഇപ്പൊ നടന്ന ഈ ഒരു കൊലപാതകത്തെ പറ്റി ഞാൻ ഒരു സ്റ്റോറി എഴുതിയാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത ആ ഒരു ഫയൽ ഡീറ്റെയിൽസ് എല്ലാം എനിക്കൊന്ന് തരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പോലീസുകാരൻ ഡീനാണെങ്കിലും അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ, അവനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇതൊരു കുട്ടി സൈക്കോ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നേരത്തെ അവന്റെ നായ അവന് വെച്ചിരുന്ന ആ ഒരു ആഹാരം എടുത്ത് കഴിച്ചത് കൊണ്ട് ആ ഒരു നായനെ കൊന്ന് അതിന്റെ തോലൊരിച്ച് അവന്റെ മുന്നിൽ വെച്ചിട്ട് അതിന്റെ മുന്നിലിരുന്ന് അവൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അതിന്റെ മാംസമാണോ തിന്ന് കഴിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ പോലീസുകാരൻ ഡീൻ ഉണ്ടല്ലോ, അവൻ ഇപ്പോൾ അവന്റെ സീനിയർ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് നമ്മുടെ ഡീനിന് എന്തോ ഒരു കാര്യം ഇങ്ങനെ മനസ്സിലാവുന്നത്. ആ ഒരു കില്ലർ ഇപ്പോൾ 4 കൊലപാതകങ്ങൾ ചെയ്തല്ലോ, ഇതേപോലെ തന്നെ പല വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു പാറ്റേണിൽ 1-2 കൊലപാതകങ്ങൾ അന്ന് നടന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ പറയുന്നത്, എന്ത് ഇതുപോലെ ഇതിന് മുന്നേ നടന്നിട്ടുണ്ടെന്നോ, ഷടാ ഇത് ഞാൻ നേരത്തെ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും ചെന്നിട്ട് ആ ഒരു കേസ് ഫയലുകളെല്ലാം നല്ല രീതിയിൽ അന്വേഷിച്ച് പല വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച ആ ഒരു ലേഡിയുടെ കൊലപാതകം എങ്ങനെയാണെന്ന് ആ ഒരു കേസ് ഫയലെല്ലാം ഡീൻ അങ്ങനെ വായിച്ച് മനസ്സിലാക്കുന്നതും ആ ഒരു കേസിലും കൊലയാളിയെ കണ്ടുപിടിക്കാനായിട്ട് ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അത് വായിച്ചു തീർന്നിട്ട് അവന്റെ അസിസ്റ്റന്റിനോട് പറയും, ഈ ഒരു സ്ത്രീ ആരാണെന്ന് പോയി അന്വേഷിക്കുക എന്നും പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിലും കുറെ കേസ് ഫയലുകൾ ചോദിച്ചിരുന്നല്ലോ, അതെല്ലാം എടുത്ത് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കാണ് മുകളിൽ നിന്ന് ഒരു ഫയൽ മാത്രം താഴേക്ക് വന്നിങ്ങനെ വീഴുന്നത്. അപ്പോഴേക്കാണ് ആ ഒരു കേസ് ഫയല് കോട്ട് സ്യൂട്ടെല്ലാം ഇട്ടിട്ട് നല്ല ഡീസെന്റ് ആയിട്ടുള്ള ഒരുത്തൻ അങ്ങനെ എടുത്ത് ഇങ്ങനെ കൊടുക്കുന്നതും അതാരാണെന്ന് കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു ചെറിയ പയ്യൻ അവനിപ്പോ മൊത്തത്തിൽ മാറി കണ്ണാടിയെ കിട്ടി ആളറിയാത്ത രീതിയിൽ അവനിപ്പോ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ എന്തിനാണ് വന്നതെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അതേസമയം നമ്മുടെ ഡീനാണെങ്കിൽ ആ ഒരു ഫയൽ എടുത്തിട്ട് പോയിട്ട് അത് നമ്മുടെ ഹീറോയുടെ വീട്ടിലേക്ക് കൊണ്ടുകൊടുക്കാനായിട്ട് അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഹീറോ അവിടെ ഇല്ല. ഓക്കെ ശരി, അവൻ വരുന്നത് വരെ അവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ സിസ്റ്റം എല്ലാം എടുത്ത് ഇങ്ങനെ ഓൺ ചെയ്ത് അവൻ നോവൽ എഴുതുന്നതാണല്ലോ പറഞ്ഞത്, എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിങ്ങനെ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇവിടെയാണ് നമ്മുടെ ഡീനിന് അടുത്തൊരു ട്വിസ്റ്റ്. എന്താണെന്ന് വെച്ചാല് വർഷങ്ങൾക്ക് മുന്നേ ഒരു സ്ത്രീയെ ഈ ഒരു രീതിയിൽ കൊല ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവനൊരു കേസ് ഫയൽ പഠിച്ചിട്ടാണല്ലോ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു കൊലപാതകം എങ്ങനെയാണെന്ന് അവൻ ആ ഒരു ഫയലിലൂടെ വായിച്ചോ, അതേപോലെ തന്നെ നമ്മുടെ ഹീറോയുടെ നോവലിലും അതിനെപ്പറ്റി ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡീൻ ഇതുവരെയും അവൻ ആ ഒരു ഫയലേ കൊടുത്തിട്ടില്ല. പക്ഷെ അതിന് മുന്നേ തന്നെ ഇവൻ എങ്ങനെ ആ ഒരു ഫയലിലുള്ള കാര്യം ഇത്ര വ്യക്തമായിട്ട് എഴുതണം. അതുമല്ലാതെ നമ്മുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഹീറോ തന്റെ ഇമാജിനേഷനിൽ ഒരു സ്റ്റോറി എഴുതുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാക്കാം. അതേസമയം നമ്മുടെ ഹീറോ അകത്തേക്ക് കയറി വരുന്നതും ഡീൻ ആണെങ്കിലും പെട്ടെന്ന് എഴുന്നേറ്റ്
നീ വന്നോ, നീ ചോദിച്ച കേസ് ഫയലുകളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നിനക്ക് ഏത് രീതിയിലുള്ള കഥ വേണമെങ്കിലും ഇതിൽ നോക്കി എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സിസ്റ്റത്തിൽ കണ്ട കാര്യത്തെ പറ്റി അവനോട് ചോദിക്കാതെ ഹീറോയെ ഒരു സംശയത്തോടെ തന്നെ നോക്കിയിട്ട് ഡീൻ അവിടെ നിന്നും ഇറങ്ങി പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൻ നേരെ സ്റ്റേഷനിലേക്ക് വരികയാണ്. സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ആൾറെഡി ഹീറോയുടെ വീട്ടിൽ നിന്ന് ചെറിയൊരു ടെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേഷനിൽ അവന്റെ ടേബിളിലേക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്കാണ് അടുത്തൊരു ടെസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ ഇതിനു മുന്നേ 4 സ്ത്രീകളെ ആ ഒരു കുരിശിൽ തറച്ചതുപോലെ കൊന്നു വെച്ചിരുന്നല്ലോ, അതേപോലെ ഇപ്പോൾ 4 പാവകള് അവന്റെ ടേബിളിൽ കുരിശിൽ തറച്ചു വെച്ചതുപോലെ അങ്ങനെ കൊണ്ടുവച്ചേക്കുന്നു. അപ്പോൾ എന്തായാലും കില്ലറായിരിക്കും ഇതിനകത്തേക്ക് വന്നിട്ട് ഈ ഒരു കാര്യം ചെയ്തത് എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹീറോ അതിലൊരു പാവ എടുത്തിട്ട് പെട്ടെന്ന് എല്ലാവരോടും ചോദിക്കും ഇതാരാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇതാരാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷേ സ്റ്റേഷനകത്തേക്ക് പുതുതായിട്ട് ഒരാൾ വന്നിരുന്നു, അതൊരു റിപ്പോർട്ടറാണെന്നാണ് പറഞ്ഞത്, നിങ്ങളെ കാണാനായിട്ട് വന്നതെന്നും പറഞ്ഞു. ഇത് അയാളുടെ വിസിറ്റിംഗ് കാർഡാണ് നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നതാണെന്നും പറഞ്ഞ് വിസിറ്റിംഗ് കാർഡ് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തത് സത്യം പറഞ്ഞാൽ ആരാണെന്ന് വെച്ചാൽ നേരത്തെ കണ്ണാടിയെല്ലാം മാറ്റി ആളറിയാത്ത രീതിയിൽ ആ ഒരു ചെറിയ പയ്യനകത്തേക്ക് കയറി വന്നിരുന്നല്ലോ, അവനായിരുന്നു. അതുപോലെ ഡീനിന്റെ ടേബിളിൽ ആ ഒരു പാവകളെല്ലാം വെച്ചതും അവൻ തന്നെയാണ്. കൂടാതെ അവൻ നേരത്തെ തന്നെ ഒരു സൈക്കോയെ പോലെ തന്നെയാണ് പെരുമാറിയത്. അപ്പോൾ എന്തായാലും ഇവൻ തന്നെയാണ് റിയൽ ആയിട്ടുള്ള ആ ഒരു കില്ലർ. അതുമല്ല അവന്റെ ഫിംഗർ പ്രിന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അതൊന്നും നടക്കത്തില്ല. കാരണം അവൻ ആൾറെഡി എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഫേക്ക് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ്, ഫേക്ക് ആയിട്ടുള്ള വിസിറ്റിംഗ് കാർഡ്, ഈ ഒരു രീതിയിൽ അവൻ പ്ലാൻ ചെയ്താണ് ഇതിനകത്തേക്ക് വന്നത്. അതുകൊണ്ട് അവനെ പെട്ടെന്ന് പിടിക്കാനായിട്ട് ഇവരെ കൊണ്ട് കഴിയത്തില്ല. അപ്പോൾ ഇനി മുതൽ ആ ഒരു ചെറിയ പയ്യനെ നമുക്ക് സൈക്കോ കില്ലർ എന്ന് തന്നെ വിളിക്കാം. ഇത്രയും വലിയൊരു സ്റ്റേഷനിലെ CCTV ഇല്ലാത്തത് ഭയങ്കര വിഷമമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഡീൻ എന്താ ചെയ്യുന്നത് വെച്ചാലേ എന്തായാലും അവനകത്തേക്ക് കയറി വരുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ആരെങ്കിലും അവനെ കാണാതിരിക്കത്തില്ലല്ലോ. അവനെ കണ്ട 1-2 പേരെ വിളിച്ചിരുത്തിയിട്ട് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് അവന്റെ രേഖാചിത്രം ഇങ്ങനെ വരയിപ്പിക്കുകയാണ്. അങ്ങനെ അത് വരച്ച് കഴിഞ്ഞതിന് ശേഷം അത് പ്രിന്റ് എടുത്തിട്ട് പലയിടങ്ങളിൽ ഒട്ടിക്കുകയും ചെയ്യുന്നു. അതുമല്ല നമ്മുടെ ഡീനാണെങ്കിൽ ഇപ്പോഴും ഹീറോ ആയിട്ടുള്ള ലീയാണ് സംശയം, അവനാണ് കില്ലർ എന്നുള്ള രീതിയിലാണ് ഇവൻ ഇപ്പോൾ സംശയിക്കാൻ തുടങ്ങുന്നത്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു കേസ് ഫയലെല്ലാം എടുത്ത് വായിച്ചിട്ട് ആ ഒരു കില്ലർ ആണെങ്കിൽ ഇതിനു മുന്നേ 4 പേരെ കൊന്നിട്ടുണ്ട്, ആ ഒരു 4 പേരും മരിച്ചു കിടന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് എന്തോ ഒരു കാര്യം നല്ല രീതിയിൽ അവനും ഇങ്ങനെ അന്വേഷിക്കുന്നു. പക്ഷെ അങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്ക് അവൻ എന്താണ് കണ്ടുപിടിച്ചതെന്ന് നമുക്ക് കാണിച്ചു തരുന്നില്ല. പക്ഷെ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ അവൻ നല്ല രീതിയിൽ എല്ലായിടത്തും പോയിട്ട് അങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ സൈക്കോ കില്ലറിനെ കാണിക്കുകയാണ്. അവൻ ആ ഒരു നായനെ കൊന്ന് അതിന്റെ തോലെടുത്ത് അടുത്തേക്ക് വെച്ചിട്ട് അതിലും കെട്ടിപ്പിടിച്ച് കിടന്ന് എന്തോ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെ അവൻ എന്താണ് ആലോചിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കില്ലറിനെ കുട്ടിക്കാലത്ത് ഒരു അമ്മ ഉണ്ടായിരുന്നു. അവർക്കാണെങ്കിൽ കില്ലറിനെ ഇഷ്ടം പോലും അല്ല. ഏത് സമയവും കില്ലറിനെ ഒരു റൂമിനകത്ത് അടച്ചു വെച്ചിട്ട് അവന്റെ അമ്മ പോയി മറ്റൊരാളെ വീടിനകത്തേക്ക് വിളിച്ചു വരുത്തി അവനോടൊപ്പം നല്ല സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. അതുമല്ല തന്റെ അമ്മ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു അമ്മയെ നമ്മുടെ കില്ലറിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ കുട്ടിക്കാല ജീവിതം അത്ര നല്ലതല്ലായിരുന്നു. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ പോലീസുകാരൻ ഡീനിനെ കാണിക്കുകയാണ്. വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു പോയൊരു സ്ത്രീ ഉണ്ടല്ലോ, അവരാരാണെന്ന് അസിസ്റ്റന്റിനോട് അന്വേഷിക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ. അവൻ ഇപ്പോൾ ആ ഒരു സ്ത്രീയെ പറ്റി മനസ്സിലാക്കി. നമ്മുടെ ആ ഒരു അസിസ്റ്റന്റ് ഡീനോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് അതാരാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ആ ഒരു ഫ്ലാഷ് ബാക്കിൽ കില്ലറിന്റെ അമ്മയെ കണ്ടല്ലോ, ആ ഒരു സ്ത്രീയായിരുന്നു അത്. ആ ഒരു സ്ത്രീയാണ് പല വർഷങ്ങൾക്ക് മുന്നേ ഒരാൾ കൊന്നിട്ടുള്ളതും ആ ഒരു പാറ്റേണിലാണ് ഇപ്പോഴും സ്ത്രീകളെ ഈ ഒരു കില്ലറും കൊല്ലുന്നതും. അങ്ങനെ അസിസ്റ്റന്റ് ആയാലും പറയും ആ ഒരു സ്ത്രീ മരിക്കുന്ന സമയത്ത് അവർക്ക് 11 വയസ്സുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ഒരു പയ്യൻ എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അതുമല്ല ആ ഒരു സ്ത്രീക്കാണെങ്കിൽ പല രീതിയിലുള്ള ബിസിനസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആന്റി നടത്തിയിരുന്നതാണ് ഒരു സിമെന്റ് ഫാക്ടറി. ആ ഒരു ഫാക്ടറിയിലാണെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ ഒരു ഫയർ ആക്സിഡന്റ് നടന്നിട്ട് 2 പേരും മരിക്കുകയും ചെയ്തു. ഫാക്ടറിയുടെ പേര് ഇതാണ് എന്ന് ആ ഒരു അസിസ്റ്റന്റ് ഡീനിനോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ ഡീനിന്റെ മുഖം ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ മാറുകയാണ്. അങ്ങനെ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡീനും ലീയും ടീനേജർ ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് 2 പേരും സുഹൃത്തുക്കളാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ ഹീറോ ഡീനിനെ അവന്റെ വീട്ടിലേക്ക് ഡിന്നർ കഴിക്കാനായിട്ട് കൊണ്ടുപോയിരുന്നു. അതുമല്ല ഹീറോയുടെ അച്ഛനാണെങ്കിൽ എപ്പോഴും മദ്യപിച്ചിട്ട് ഹീറോയെ അവന്റെ അമ്മയെ നല്ല രീതിയിൽ ഉപദ്രവിക്കും. അതേപോലെ തന്നെ ഡീൻ ആണെങ്കിൽ അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഡീനിനെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞ് ആ ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമായിരുന്നു. അങ്ങനെ ഇതിൽ ദേഷ്യം വന്നത് നമ്മുടെ ഡീന് ആ ഒരു ആന്റിയുടെ സിമെന്റ് ഫാക്ടറി ഉണ്ടല്ലോ അവിടേക്ക് ചെന്നിട്ട് വെറുതെ അവിടെ തീയെല്ലാം ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് നമ്മുടെ ഹീറോയുടെ അച്ഛൻ ഇങ്ങനെ വരുന്നത്. എന്താണെന്ന് വെച്ചാല് ഹീറോയുടെ അച്ഛൻ മരിച്ചുപോയ ഒരു സ്ത്രീക്ക് കടം വാങ്ങി ഒരുപാട് പണം കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പണം കൊടുത്തു തീരുന്നത് വരെയും എന്റെ സിമെന്റ് ഫാക്ടറി നീ തന്നെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു അടിമയെ പോലെ ഹീറോയുടെ അച്ഛനെ അവിടെ ജോലിക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഹീറോയുടെ അച്ഛൻ ആ ഒരു ഫാക്ടറിയിലേക്ക് വരുന്നതും. നമ്മുടെ പോലീസുകാരൻ ഡീൻ അവിടെ ഇരിക്കുന്ന സമയത്ത് അവനെ കണ്ടിട്ട് നിന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറങ്ങി കഴിഞ്ഞാൽ നീ ഇവിടെ നിന്ന് പോത്തില്ലേ എന്നും പറഞ്ഞ് അവനെ വഴക്ക് പറഞ്ഞ് ഇങ്ങനെ തള്ളി വിടുന്ന സമയത്ത് നമ്മുടെ ഡീൻ ആണെങ്കിലും ഹീറോയുടെ അച്ഛനെ തള്ളിക്കളഞ്ഞ് അങ്ങനെ മാറുമ്പോഴത്തേക്കും അവിടെ പെട്ടെന്ന് തീ പിടിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ ഒരു വിഷയം അറിഞ്ഞിട്ടാണ് അന്ന് രാത്രി തന്നെ ഹീറോയുടെ അമ്മയും അവിടേക്ക് വരുന്നത്. തന്റെ ഭർത്താവ് കുടിച്ചിട്ട് നിൽക്കുന്നത് കൊണ്ട് അവനെ രക്ഷിക്കാന്നും പറഞ്ഞ് ഹീറോയുടെ അമ്മ അതിനകത്തേക്ക് പോകുമ്പോഴത്തേക്കാണ് അവർ 2 പേരും ആ ഒരു തീയിൽ പെട്ടിട്ട് മരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മുടെ ഹീറോയുടെ അച്ഛനും അമ്മയും മരിച്ചതെന്നുള്ള കാര്യം നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ എന്തായാലും അവരുടെ മരണത്തിന് കാരണക്കാരനാരാണ്? അത് നമ്മുടെ പോലീസുകാരൻ ഡീനാണ്. പക്ഷെ ഈ ഒരു വിഷയത്തെ പറ്റി ഹീറോയോട് ഡീൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് തീർന്നതിന് ശേഷം നമ്മുടെ ഡീൻ നേരെ ഹീറോയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചെല്ലുമ്പോഴത്തേക്കാണ് ഇതിനു മുന്നേ
ആ മരിച്ച സ്ത്രീകളുടെ ഫയലും മറ്റു കാര്യങ്ങളെല്ലാം ഹീറോയ്ക്ക് കൊടുത്തിരുന്നല്ലോ. അവരുടെ എല്ലാവരുടെയും ഫോട്ടോസ് ചുമരിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുന്നു. അങ്ങനെ ആ ഒരു ഫോട്ടോയോടൊപ്പം തന്നെ സൈക്കോയുടെ അമ്മയുണ്ടല്ലോ, കുറെ വർഷങ്ങൾക്ക് മുന്നേ മരിച്ച, അവരുടെ ഫോട്ടോയും ഡീൻ അങ്ങനെ വെച്ചിട്ട് ഹീറോയുടെ വീട്ടിലെ എന്തെങ്കിലും എവിഡൻസ് കിട്ടോ ഇല്ലയോ എന്ന് ഡീൻ അവിടെയെല്ലാം ഇങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ഈ കഥകിന്റെ ഭാഗത്തായിട്ട് നഖം കൊണ്ട് വലിച്ചിട്ടുള്ള പാടുകൾ ഇങ്ങനെ കാണുന്നത്. ആ ഒരു ഹൗസ് ഓണറിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് അവരായിരിക്കും ഒരുപക്ഷെ കൈകൊണ്ട് ഈ ഒരു പാടുണ്ടാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഡീൻ നേരെ ബാത്റൂമിനകത്തേക്ക് ചെന്നിട്ട് അതിനകത്തേക്ക് ഒരു സ്പ്രേ അടിച്ച് ബാത്റൂമിന്റെ ഡോർ അങ്ങനെ അടയ്ക്കുന്നതും ആ ഒരു ഇരുട്ടിലെ ഈ ഒരു സ്പ്രേ അടിച്ചത് കൊണ്ട് രക്തത്തിന്റെ കറ നല്ല രീതിയിൽ അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം കാണുന്നതും ഡീൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ ആദ്യമായിട്ട് മരിച്ച ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ ഒരു സ്ത്രീ ഉൾപ്പെടെ ഇപ്പൊ അവസാനമായിട്ട് മരിച്ചുപോയ ഹൗസ് ഓണർ ലേഡി വരെയും എല്ലാവരെയും കൊന്നത് നമ്മുടെ ഹീറോ ആണെന്നുള്ള രീതിയിലേ നമ്മുടെ ഡീൻ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നതും ഇതേ സമയം മറ്റൊരിടത്ത് കാണിക്കുമ്പോഴത്തേക്കും വേറെ 2 പോലീസുകാരെ ഇങ്ങനെ കാണിക്കുകയാണ്. ഇപ്പൊ ഈ പോലീസുകാരെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ 4 കൊലകൾ നടന്നിട്ടുണ്ടല്ലോ, ആ ഒരു സ്ഥലത്തല്ല ഒരുപക്ഷെ വീണ്ടും കില്ലർ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഓരോ സ്ഥലങ്ങളിൽ 2 പോലീസുകാരെ വെച്ചിട്ട് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണ് ഈ 2 പോലീസുകാരെ. അപ്പൊ അതിലൊരു പോലീസുകാരൻ ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോകുന്നതും കാറിൽ ഇരിക്കുന്ന ആ ഒരു പോലീസുകാരനാണെങ്കിൽ കാറിന്റെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മുഖത്തൊരു ന്യൂസ് പേപ്പർ ഇട്ട് അവൻ കാറിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ വെളിയിൽ ബാത്റൂമിലേക്ക് പോയവൻ കാര്യമെല്ലാം കഴിച്ചിട്ട് നേരെ തിരിച്ച് കാറിലേക്ക് വന്നിരുന്നു നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഇവിടെ ഒരു 1.5 ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാല് നേരത്തെ കാറിനകത്ത് ന്യൂസ് പേപ്പർ മുഖത്തേക്ക് ഇട്ട് കിടന്ന് ഉറങ്ങിയ ആ ഒരു പോലീസുകാരനുണ്ടല്ലോ, ആ ഒരു പോലീസുകാരൻ ഇപ്പോൾ കാറിനകത്തില്ല. പകരം അയാളെ കൊന്ന് ബാക്ക് സീറ്റിൽ ഇട്ടിട്ട് ഒറിജിനൽ കില്ലർ ഉണ്ടല്ലോ, അവനാണ് ഇപ്പോൾ ആ ഒരു കാറിന്റെ സീറ്റിൽ ഇരിക്കുന്നത്. അതുമല്ല പുതുതായിട്ട് വന്നവൻ ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ബാത്റൂമിനകത്ത് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സ്പ്രേ അതിനകത്ത് കിടക്കുന്നത് അവനിങ്ങനെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോലീസുകാരൻ രക്തക്കറ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ സ്പ്രേ യൂസ് ചെയ്തിട്ട് അത് അവിടെ തന്നെ ഇട്ടിട്ട് പോയെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ വീടിനകത്ത് ആരോ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി. കൂടാതെ ആ ഒരു ചുമരിലാണെങ്കിലും എക്സ്ട്രാ ഒരു സ്ത്രീയുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു ഫോട്ടോ നമ്മുടെ ഹീറോ കാണുന്നതും പെട്ടെന്ന് ഷോക്കായിട്ട് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കുകയാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കില്ലറിന്റെ അമ്മ ആരോ കൊന്നെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ ഒരു സ്ത്രീയെ കൊന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഹീറോ തന്നെയായിരുന്നു. ആഹാ, ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ആയിപ്പോയി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയുടെ അച്ഛൻ അവർക്ക് പണം കൊടുക്കാനുണ്ട്, ആ ഒരു രീതിയിലാണല്ലോ അയാൾ ഒരു അടിമയായിട്ട് വെച്ച് സിമെന്റ് ഫാക്ടറി നോക്കാനായിട്ട് പറഞ്ഞു വിട്ടത്. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അവന്റെ അച്ഛനും മരിച്ചത്. ആ ഒരു രീതിയിലാണ് ആ ഒരു സ്ത്രീയെ നമ്മുടെ ഹീറോ കൊന്നിട്ടുള്ളത്. അതുമല്ലാതെ അന്ന് നമ്മുടെ ഹീറോയാണ് അവരെ കൊന്നതെന്നുള്ള കാര്യം വേറെ ആരും കണ്ടുപിടിച്ചിട്ടുമില്ല. അങ്ങനെ ഈ ഒരു ഫയർ ആക്സിഡന്റ് നടന്നതിന് ശേഷം നിന്റെ അച്ഛന്റെ ലൈറ്റർ ഇതിനകത്ത് വെച്ച് കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞ് ഒരു ലൈറ്റർ എടുത്ത് നമ്മുടെ ഹീറോയുടെ കയ്യിൽ ഇങ്ങനെ കൊടുക്കുന്നതും അവിടെയാണ് അടുത്ത ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഈ ഒരു ലൈറ്റർ ഹീറോയുടെ അച്ഛന്റെ അല്ല, അത് നമ്മുടെ പോലീസുകാരനായിട്ടുള്ള ഡീനിന്റെ ആയിരുന്നു. കാരണം ഡീനിന്റെ ബർത്ത്ഡേക്ക് നമ്മുടെ ഹീറോയാണ് ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് അവന് കൊടുത്തിട്ടുള്ളത്. അതുമല്ലാതെ തന്റെ അച്ഛനും അമ്മയും മരിക്കാനുള്ള കാരണക്കാരൻ ഡീൻ ആണെന്നുള്ള കാര്യം ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായിരുന്നു. പക്ഷെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു തവണ പോലും അതിനെപ്പറ്റി ഡീനോട് അവൻ സംസാരിച്ചിട്ടുമില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചതിന് ശേഷം വീണ്ടും ഇപ്പോൾ പ്രസന്റിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ പോലീസുകാരൻ ഡീൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയാണ് ഇതെല്ലാം ചെയ്തതെന്നും പറഞ്ഞിട്ട് ഹീറോയെ കാണുന്നതും നമ്മുടെ ഹീറോയെ 4 രീതിയിൽ ഇടിച്ച് താഴേക്കിട്ട് അവന്റെ മുകളിൽ കയറിയിരുന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഹീറോയും കൊണ്ട് നേരെ 2 പോലീസുകാർ നേരത്തെ മരിച്ചു പോയിരുന്നല്ലോ, അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അതിൽ ഒരാളെ മാത്രം ആ ഒരു കുരിശിൽ തറച്ചതുപോലെ ആ ഒരു രീതിയിലാണ് കൊന്നു വെച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ അത് ആ ഒരു കില്ലറാണ് ചെയ്തതെന്നുള്ള രീതിയിൽ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഡീനിന് മറ്റൊരു കാര്യം കത്തുന്നത്. എന്താണെന്ന് വെച്ചാൽ രാത്രി മുഴുവൻ നമ്മുടെ ഹീറോ ഡീനിനോടൊപ്പമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോലീസുകാർ ആരായിരിക്കും കൊന്നിരിക്കുന്നത്? ഒരിക്കലും ഹീറോ അത് ചെയ്തില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി എന്താണ് സംഭവിച്ചതെന്ന് അവനോട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ സത്യങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നത്. ആദ്യമായിട്ട് കൊന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരെ കൊന്നത് എന്തായാലും ഞാൻ തന്നെയാണ്. അതേപോലെ തന്നെ ഇപ്പൊ അവസാനമായിട്ടും ആ ഒരു ഹൗസ് ഓണറെ കൊന്നതും ഞാൻ തന്നെയാണെന്നുള്ള കാര്യം നമ്മുടെ ഹീറോ സമ്മതിക്കും. അതുമല്ലാതെ ഞാൻ ഹൗസ് ഓണറിനെ കൊന്നതിന് ശേഷം എനിക്ക് ഇതേപോലെ ഒരു മെസ്സേജ് വന്നിരുന്നു, നീ അല്ലേ ആ ഒരു സ്ത്രീയെ കൊന്നത് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട്. അതുമല്ലാതെ അടുത്ത് B612 എന്ന് പറഞ്ഞിട്ട് ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. എന്തായാലും അത് എന്നെ പറ്റി നല്ലതുപോലെ അറിയാവുന്ന ഒരാളാണ്. ഞാൻ ആ ഒരു സീരിയൽ കില്ലറിനെ പറ്റിയിട്ട് നല്ല ഇതിൽ അന്വേഷിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അവന്റെ ഉദ്ദേശം എന്തായിരുന്നെന്ന് വെച്ചാല് 4മതായിട്ട് മരിച്ചുപോയ ഒരു പെണ്ണുണ്ടല്ലോ, ആ ഒരു പെണ്ണിനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് മുന്നേയുള്ള ബാക്കി 3 പേര് എന്തിനാണ് കൊന്നതെന്നല്ലേ? 4മതായി മരിച്ച ആ ഒരു പെണ്ണ് ഒരു ചെറിയ പെൺകുട്ടി ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു ആന്റി ആയിട്ട് മാറുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും? ഒരു ടീനേജറായിട്ട് മാറുമ്പോഴത്തേക്കും ഏത് രീതിയിലായിരിക്കും? ആ ഒരു പ്രായത്തിലല്ല ആ ഒരു പെണ്ണ് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവളുടെ മുഖസാദൃശ്യമുള്ള കുറച്ച് പേരെ കണ്ടുപിടിച്ചാണ് ആ ഒരു കില്ലർ അവരെ എല്ലാവരെയും കൊന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാവരെയും കൊന്നതിന് ശേഷമാണ് അവൻ കൊല്ലാനായിട്ട് തീരുമാനിച്ച 4മത്തെ ആ ഒരു പെണ്ണിനെ കൊന്നിട്ടുള്ളത്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെണ്ണിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ട്രയൽ പീസായിട്ടാണ് ബാക്കിയുള്ള 3 പേരെ അവൻ കൊന്നിട്ടുള്ളത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹീറോ മനസ്സിലാക്കിയത്. അതുമല്ല 4മത് മരിച്ച ആ ഒരു പെണ്ണിനെ എന്തിനാണ് അവൻ കൊല്ലാനായിട്ട് ശ്രമിച്ചത്
എന്നുള്ള ആ ഒരു റീസൺ മാത്രമേ ഹീറോയ്ക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹീറോ ഡീനോട് പറയുമ്പോഴത്തേക്കും ഡീൻ ഇതെല്ലാം കേട്ടിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ ഹീറോ പുറകെ ചെന്നിട്ട്, അല്ല ഞാൻ രണ്ടുപേരെ കൊന്നിട്ടില്ലേ, അതെല്ലാം കുറ്റം സമ്മതിച്ചിട്ട് ഞാൻ സറണ്ടർ ആവാം, എന്നെ നീ ജയിലടക്കി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഡീൻ പറയും, അതിന്റെ ഒരു ഒറ്റ ആവശ്യമില്ല, എന്നോട് പറഞ്ഞതുപോലെ വേറെ ആരോടും പോയി പറയരുത്, എന്തായാലും നമുക്ക് യഥാർത്ഥ ആ ഒരു കില്ലറിനെ കണ്ടുപിടിക്കാം, അത് കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞ് ഡീൻ അവിടെ നിന്ന് പോകുന്നതും അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കാണ് ആദ്യം മരിച്ച ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ മകൻ, ആ ഒരു ചെറിയ പയ്യൻ, അവനിപ്പോ എവിടെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ ആ ഒരു പയ്യൻ എവിടെയാണെന്ന് ഒരു ആശ്രമത്തിലേക്ക് ചെന്ന് അന്വേഷിക്കുമ്പോഴത്തേക്കാണ് കുറച്ചു നാളെ അവൻ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് അവൻ വേറെ എങ്ങോട്ട് പോയി. അതുമല്ല അവന് 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അവന്റെ അമ്മയുടെ സ്വത്തുകളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുമല്ല ആ ഒരു സ്വത്തെല്ലാം വാങ്ങിയിട്ട് പോയിട്ട് അവൻ ഈ ഒരു നാട്ടിൽ ഒരു കട നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ കില്ലർ ആ ഒരു സ്റ്റേഷനറി കട വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു കടയുടെ അഡ്രസ്സ് നമ്മുടെ ഡീനെ ആ ഒരു ആശ്രമത്തിൽ അയാൾ ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡീൻ ആണെങ്കിലും നേരെ അവിടേക്ക് ചെന്നിട്ട് ആ ഒരു കടയുടെ പേരിങ്ങനെ വായിച്ചു നോക്കുമ്പോഴത്തേക്കാണ് ലിറ്റിൽ പ്രിൻസസ് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇത് നോട്ട് ചെയ്തിട്ട് ഡീൻ അവിടെ നിന്ന് പോകുന്നതും അന്ന് രാത്രി നമ്മുടെ ഹീറോ ഈ ഒരു കടയുടെ വെളിയിലേക്ക് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ആ ഒരു കടയുടെ പേര് അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് മറ്റൊരു കാര്യം സ്ട്രൈക്ക് ആവുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു കടയുടെ പേര് എങ്ങനെ നോക്കിയിട്ട് അവന് മെസ്സേജ് വന്നല്ലോ, അതിൽ B612 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അയച്ചിരുന്നു. സത്യത്തിൽ ഈ B612 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എർത്ത് പോലെ മറ്റൊരു പ്ലാനറ്റിന്റെ പേരാണ്. അതുപോലെ ഒരു ഫേമസ് നോവലില് B612 എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്ലാനറ്റ് ഒരു ലിറ്റിൽ പ്രിൻസസിന്റെ വീട് പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കില്ലർ ആണെങ്കിലും കടയുടെ പേര് ലിറ്റിൽ പ്രിൻസസ് എന്നാണ് വെച്ചിട്ടുള്ളത്. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് ഇവൻ തന്നെ ആയിരിക്കും നമുക്ക് മെസ്സേജ് അയച്ചത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ മനസ്സിലാക്കി. ഇതേ സമയം തന്നെ നമ്മുടെ ഡീൻ ആണെങ്കിൽ സ്റ്റേഷനിൽ വെച്ചിട്ട് ഹീറോ മനസ്സിലാക്കി അതേ കാര്യം B612 എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം കണ്ടുപിടിച്ച് കില്ലർ ഉണ്ടല്ലോ അവന്റെ മേലിൽ ഇപ്പൊ സംശയം കൂടി തുടങ്ങി. അതുകൊണ്ട് തന്നെ അവന്റെ പ്രൊഫൈൽ അങ്ങനെ എടുത്തിട്ട് ഇതേപോലെ കില്ലർ ഈ ഒരു സ്റ്റേഷനകത്തേക്ക് വന്നല്ലോ, അവന്റെ ഒരു രേഖാചിത്രം വരയ്ക്കാനും പറഞ്ഞു. ആ ഒരു ഫോട്ടോയും അതേപോലെ തന്നെ ഒറിജിനൽ ഫോട്ടോയും വെച്ചിട്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഇവൻ തന്നെയാണ് വേഷം മാറി സ്റ്റേഷനകത്തേക്ക് വന്നെന്നുള്ള കാര്യം ഡീനും മനസ്സിലാവും. അതുകൊണ്ട് യഥാർത്ഥ കില്ലർ ഇവൻ തന്നെയാണെന്ന് മനസ്സിലാക്കി വീണ്ടും ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കാണ്. അതുമല്ല നാലാമതായിട്ട് ഒരു പെണ്ണ് മരിച്ചുപോയല്ലോ, അവർ രണ്ടുപേരും സത്യം പറഞ്ഞാൽ ലവേഴ്സ് ആയിരുന്നു. അതുമല്ല നമ്മുടെ കില്ലറിന്റെ കയ്യിൽ പണമുള്ള സമയം വരെയും അവനെ യൂസ് ചെയ്തിട്ട് അതിനുശേഷം നമ്മുടെ കില്ലറിനെ ഉപേക്ഷിച്ച് മറ്റൊരു തന്നെ കണ്ടുപിടിച്ച് അവനോടൊപ്പം പോവായിരുന്നു. അതുമല്ലാതെ നമ്മുടെ കില്ലറിന്റെ മുന്നിൽ വെച്ച് തന്നെ ഇവർ രണ്ടുപേരും അവനെ കളിയാക്കുന്ന രീതിയിൽ കുറച്ച് സന്തോഷമായിട്ടല്ല ഇരിക്കുമ്പോഴത്തേക്കും ഇത് കണ്ട കില്ലറിന് എന്തായാലും സഹിക്കാൻ കഴിയോ? ഒരിക്കലുമില്ല. അതുമല്ല ഇവൻ ആൾറെഡി തന്നെ ഒരു ചെറിയ സൈക്കോയാണ്. അതുകൊണ്ടാണ് ആ ഒരു പെണ്ണിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവളെ കൊല്ലുന്നതിന് മുന്നേ ഒരു 3 പേരെ ട്രയലായിട്ടും യൂസ് ചെയ്ത് അവൻ കൊന്നിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കഴിയുമ്പോഴത്തേക്കും ആ ഒരു പെണ്ണിനെ മാത്രമല്ലാതെ അവനോടൊപ്പമുള്ള ആ ഒരു കാമുകനുണ്ടല്ലോ അവനെ കൊന്നു ഇനി വെറുതെ വിട്ടോ നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കാണ് ഒരിക്കലും ഇല്ല. ഇപ്പോൾ പ്രസന്റിൽ വീണ്ടും കാണിക്കുമ്പോഴത്തേക്കും അവൻ എന്തോ ഒരു വെറ്റിനറി ഡോക്ടറാണ്. അതുകൊണ്ട് അവന്റെ ക്ലിനിക്കിലാണ് നമ്മുടെ സൈക്കോ ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ അവനോട് കുറെ നേരം സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് ഒരു കത്തിയെടുത്ത് അവന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി എന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ വെച്ച് എന്നെ കളിയാക്കുമെന്നും പറഞ്ഞിട്ട് അവനെ അങ്ങനെ അവിടെ വെച്ച് കുത്തി ആ ഒരുത്തനെ കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ അവനെ കൊന്ന ആ ഒരു സന്തോഷത്തിൽ അവിടെ നിന്ന് പോകുന്നതും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡീൻ ആണെങ്കിൽ അവിടേക്ക് വന്ന് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നു. അതുമല്ല ഈ മരിച്ചുപോയതിനും നാലാമതായിട്ട് മരിച്ചുപോയ ആ ഒരു പെണ്ണും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യവും നമ്മുടെ ഡീൻ അങ്ങനെ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ആ ഒരു പെണ്ണ് തന്നെ ചതിച്ചത് കൊണ്ടാണ് അവളെയും അതേപോലെ തന്നെ അവൾ സ്നേഹിച്ച ഇവനെയും കില്ലർ കൊന്നതെന്നുള്ള കാര്യം ഡീനും മനസ്സിലായി. ഇങ്ങനെയും അവനെ വിട്ടുകഴിഞ്ഞാൽ അവൻ ഇനിയും ഇതുപോലെ ഒരുപാട് പേരെ കൊല്ലും. അതുകൊണ്ട് എന്തായാലും അവനെ തടഞ്ഞു പറ്റോളം എന്നുള്ള രീതിയിൽ നമ്മുടെ ഡീൻ നേരെ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ഒരു തോക്കും എടുത്ത് നേരെ കില്ലറിന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും കില്ലർ വീടിനകത്തില്ല. അതുമല്ല നമ്മുടെ ഡീനിന്റെ ടേബിളിൽ വെച്ചിരുന്ന ആ ഒരു പാവളുണ്ടല്ലോ അതേപോലെ ഒരു പാവയെ ഇവിടെ കാണുമ്പോഴത്തേക്കും ഇപ്പോൾ 100% ഇവൻ തന്നെയാണ് ആളെന്ന് അതേസമയം തന്നെ കാണിക്കുമ്പോഴത്തേക്കും ആഹാ നമ്മുടെ കില്ലർ ദേ ആ ഒരു കഥകിന് പുറകെ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പോലീസുകാരനെ ഇവിടേക്ക് വരുമെന്ന് അവൻ എങ്ങനെ മനസ്സിലാക്കി. എന്നിട്ട് അവന്റെ പുറകെ വന്ന് നമ്മുടെ ഡീനിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് മനസ്സിലായല്ലോ ഇപ്പൊ കില്ലർ ആരാണെന്ന്. അതുകൊണ്ട് കില്ലറിനെ പിടിക്കാന്നുള്ള രീതിയിൽ നേരെ കില്ലറിന്റെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും വീട്ടിൽ ഇതേപോലെ രക്തം കിടക്കുന്നു. അതേപോലെ തന്നെ അവിടെ ടേബിളിൽ വെച്ചിരിക്കുന്ന കുറെ പാവകളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഡീനിന്റെ ID കാർഡും എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്റെ സുഹൃത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അവനെ രക്ഷിച്ചേ പറ്റുമെന്നുള്ള രീതിയിൽ ആ ഒരു വീട്ടിൽ നിന്ന് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് ചുമരിലെ നമ്മുടെ കില്ലറിന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോയും അതേപോലെ തന്നെ കില്ലറിന്റെ അമ്മയുടെ ഫോട്ടോയും ഹീറോ ഇങ്ങനെ കാണുന്നത്. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്കും കാര്യം മനസ്സിലാവുന്നത്, ഞാൻ അന്ന് കൊന്ന ആ ഒരു സ്ത്രീയുടെ മകനായിരുന്നു ഈ ഒരു കില്ലർ എന്ന്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക്. അന്ന് നമ്മുടെ ഹീറോ കില്ലറിന്റെ അമ്മയെ കൊല്ലുന്ന അതേ സമയത്ത് ഹീറോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കുട്ടിയായിരുന്ന നമ്മുടെ കില്ലറും മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയ്ക്ക് അറിയത്തില്ല. ഹീറോ കില്ലറിന്റെ അമ്മയെ കൊന്നിട്ട് കുരിശിൽ തറച്ചതുപോലെ അവരുടെ ശരീരം അവിടെ കെട്ടി തൂക്കിയിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നതും കില്ലറിനാണെങ്കിൽ അത്രയും സന്തോഷം. കാരണം കില്ലറിന്റെ കുട്ടിക്കാല ജീവിതം അത്രയും ദുഷ്കരമായിരുന്നല്ലോ. അതുമല്ല അവന്റെ അമ്മയാണെങ്കിൽ അവൻ അത്ര ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഹീറോ അവന്റെ അമ്മയെ കൊന്നതുകൊണ്ട് അവൻ അത്രയും സന്തോഷം.
അതുകൊണ്ടാണ് നമ്മുടെ ഹീറോയെ ഒരു റോൾ മോഡലാക്കി മാറ്റി ഇവൻ ഇപ്പോൾ ഈ ഒരു പെണ്ണിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് ആ ഒരു പാറ്റേണിൽ ആ ഒരു രീതിയിൽ തന്നെ അവൻ ആ ഒരു കാമുകിനെ അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പെണ്ണുങ്ങളെയും കൊന്നിട്ടുള്ളത്. അതുമല്ലാതെ അഞ്ചാമത് ആ ഒരു ഹൗസ് ഓണറെ കൊന്നത് എന്തായാലും ഹീറോ ആയിരിക്കുമെന്ന് ഇവൻ അറിയാം. കാരണം ഹീറോ അന്ന് തന്നെ ആ ഒരു പാറ്റേണിൽ കൊല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവൻ ആ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചതിന് ശേഷം ഹീറോയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. നിന്റെ സുഹൃത്തിനെ വേണമെങ്കിൽ ഇതേ ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അങ്ങനെ വരുന്നതും അങ്ങനെ ഹീറോ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു കമ്പിയുടെ മുകളിലേക്ക് നമ്മുടെ കില്ലർ അങ്ങനെ കയറിയിരിക്കുന്നത്. കുട്ടിക്കുരങ്ങനെ പോലെ ഇരുന്നിട്ട് ഇവനെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ഒരു ചുറ്റിയിലെടുത്ത് അവനെ അടിക്കാനായിട്ട് ചെല്ലുന്നതും നമ്മുടെ കില്ലർ ആണെങ്കിലും ഡീനിന്റെ കയ്യിൽ നിന്ന് ആ ഒരു തോക്കെടുത്ത് ഹീറോയെ പോയിന്റ് ചെയ്ത് നിർത്തുകയാണ്. എന്നിട്ടാണ് കില്ലർ പറയുന്നത്, നിന്നെ തന്നെ റോൾ മോഡലായിട്ട് വെച്ചിട്ട് അവസാനം എന്നെ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു, ഇതെങ്ങനെ ശരിയാവും ചേട്ടാ, ആവശ്യമില്ലാതെ സംസാരിക്കരുത്, എന്റെ ഫ്രണ്ട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ എങ്ങനെ കൈ കാണിക്കുന്നതും ഡീനിനെ അവിടെ ഒരു കമ്പിയിലായിട്ട് കുരിശിൽ തറച്ചതുപോലെ തന്നെ ഇങ്ങനെ കെട്ടിവെച്ചേക്കാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ഓടി ചെന്നിട്ട് അവന്റെ കയ്യിലെ കെട്ടെല്ലാം ഇങ്ങനെ അടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കുട്ടിക്കുരങ്ങ കില്ലർ വെറുതെ ഇരിക്കോ, അവൻ അങ്ങനെ ആ ഒരു തോക്കെടുത്ത് നമ്മുടെ ഡീനിന്റെ തലയിലേക്ക് ഒരു 2-3 തവണ ഷൂട്ട് ചെയ്ത് ഡീനിനെ സ്പോട്ടിൽ തന്നെ കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ തന്റെ സുഹൃത്തിനെ തന്റെ കൺമുന്നിൽ വെച്ച് തന്നെ കൊന്ന ആ ഒരു കില്ലറിനെ എന്തായാലും വെറുതെ വിടാൻ കഴിയത്തില്ല. ചുറ്റിലെടുത്ത് വീണ്ടും അവനെ അടിക്കാനായിട്ട് ഓടി ചെല്ലുമ്പോഴത്തേക്കും ഇവൻ ആ ഒരു തോക്ക് കാണിച്ച് ഹീറോയെ അവിടെ നിർത്തിയിട്ട്, എന്തു പറ്റി, സുഹൃത്തിനെ കൊന്നതുകൊണ്ട് ആ ഒരു ദേഷ്യം ഉണ്ടല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, സത്യത്തില് നിന്റെ സുഹൃത്തിനെ കൊല്ലണമെന്ന് നിനക്ക് ഇത്രയും നാളായിട്ട് ആഗ്രഹമില്ലായിരുന്നു. നിന്റെ അച്ഛനും അമ്മയും മരിക്കാൻ കാരണം തന്നെ അവനാണ്. അവനെ കൊല്ലണമെന്ന് ഒരുപാട് നാളായിട്ട് നീ ആഗ്രഹിച്ചിരുന്നു. അന്ന് എനിക്കിഷ്ടമല്ലാത്ത എന്റെ അമ്മയെ നീ കൊന്നു. ഇപ്പോ നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ സുഹൃത്തിനെ ഞാനും കൊന്നു. ഇനി പറ, ഞാൻ ചെയ്തത് തെറ്റാണോ? ഞാൻ എന്ത് ചെയ്താലും ഈ ഒരു ലോകം എന്നെ മനസ്സിലാക്കത്തില്ല. എന്റെ കൂടെയുള്ള എല്ലാവരും എന്നെ ചതിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ നിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല. കാരണം ഇതെല്ലാം ഞാൻ തുടങ്ങാൻ കാരണം നീയാണ്. അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട. അതുമല്ല, ഇങ്ങനെയുള്ള ഒരു ലോകത്ത് ഒരിക്കലും ജീവിക്കാണ്ട് ഞാനും ആഗ്രഹിക്കുന്നില്ല. ഞാനും പോകാൻ പോവാണ്. ഇന്നാ പിടിച്ചോന്നും പറഞ്ഞ ആ ഒരു തോക്കെടുത്ത് ഹീറോയുടെ കയ്യിൽ കൊടുത്തിട്ട് കില്ലറിന്റെ നേരെ ആ ഒരു തോക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്ത് നിർത്തുകയാണ്. അതുമല്ലാതെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ട്രിഗർ വലിക്കുന്നില്ല. ആ ഒരു കില്ലർ തന്നെ ട്രിഗർ വലിച്ച് സ്വയം അവിടെ മരിച്ചു വീഴുകയും ചെയ്യുന്നു. ഇപ്പോൾ തോക്ക് മാത്രം തന്റെ കയ്യിലുണ്ട്. ആ ഒരു തോക്ക് ഹീറോ താഴെ ഇടുന്നതും ഇപ്പോൾ ആ ഒരു കില്ലറും മരിച്ചുപോയി, തന്റെ സുഹൃത്തും കൺമുന്നിൽ വെച്ച് മരിച്ചു. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കുകയാണ്. നമ്മുടെ ഹീറോയും ഡീനും പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് ആ ഒരു സൈക്കോയും പഠിച്ചിട്ടുള്ളത്. അതുമല്ല, നമ്മുടെ കില്ലറിന്റെ അമ്മയാണെങ്കിലും മരിച്ചുപോയി, ഹീറോയുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അതുകൊണ്ട് രണ്ടുപേരും അനാഥരായിരുന്നു. അതുമല്ലാതെ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ കില്ലറിനെ ബാക്കിയുള്ള കുട്ടികളെല്ലാം ഒരുപാട് ഉപദ്രവിക്കുകയും കളിയാക്കുകയെല്ലാം ചെയ്യുമായിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ ആണ് വന്നിട്ട് കില്ലറെ അവരിൽ നിന്ന് രക്ഷിക്കുന്നത്. അതുമല്ല, ആൾറെഡി തന്നെ കില്ലറിന് ഇഷ്ടപ്പെടാത്ത അവൻ്റെ അമ്മയെ നമ്മുടെ ഹീറോ കൊന്നിട്ടുണ്ട്. ആ ഒരു കാര്യം അവൻ നേരിട്ട് കാണുകയും ചെയ്തു. ഇപ്പോൾ മറ്റു കുട്ടികളിൽ നിന്ന് തന്നെ രക്ഷിക്കുന്നത് കൂടി ആകുമ്പോഴത്തേക്കും കുട്ടിയായിരുന്ന നമ്മുടെ കില്ലർ ആ ഒരു സമയം മുതലേ നമ്മുടെ ഹീറോയെ അവൻ്റെ ലൈഫിലെ ഒരു റിയൽ ഹീറോ ആയിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയോടൊപ്പം ഇരുന്ന് കഴിഞ്ഞാൽ താൻ എപ്പോഴും സന്തോഷമായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ എവിടെയാണോ താമസിക്കുന്നത് ആ ഒരു നാട്ടിൽ വന്നിട്ട് ആ ഒരു ഷോപ്പും തുടങ്ങിയിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മുടെ കില്ലറിനെ ആ ഒരു പെണ്ണ് അതേപോലെ ചതിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ കില്ലർ ഒരിക്കലും ഇതേപോലെ ഒരു സൈക്കോ ആയിട്ട് മാറത്തില്ലായിരുന്നു. പക്ഷെ സംഭവിച്ചതെല്ലാം നേരെ തിരിച്ചായിപ്പോയി എന്നും കാണിച്ചുകൊണ്ട് മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരെയും ബൈ.